ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മൂവി റിവ്യൂസ്, സജഷൻസ്, അപ്ഡേറ്റ്സ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇന്ന് ഒരു പുതിയ പരിപാടി ട്രൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പുതിയതെന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ ഇത് പുതിയതാണെന്നേ ഉള്ളൂ. നിങ്ങൾ വേറെയും ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ മൂവീസിന്റെ റീക്യാപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്ന് ട്രൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ വീഡിയോ ഫുൾ ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒത്തിരി വെറൈറ്റി കോൺസെപ്റ്റ്സ് ഉള്ള സിനിമകൾ പല ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ആവാറുണ്ട്. പക്ഷെ എക്സിക്യൂഷനിൽ പാളിപ്പോകുന്നത് കൊണ്ടോ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് ശരിയാവാത്തത് കൊണ്ടോ നമുക്ക് ഫുൾ സിനിമയും കണ്ടു തീർക്കാൻ സാധിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ കേസസിൽ പ്ലോട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കാനും കൂടാതെ ഇഷ്ടമുള്ള സിനിമകൾ റീവിസിറ്റ് ചെയ്യാനുമാണ് ആളുകൾ പൊതുവെ റീക്യാപ്പ് ചാനൽസ് വിസിറ്റ് ചെയ്യാറുള്ളത് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇന്റർസ്റ്റെല്ലാർ റീ റിലീസായി ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് കൊണ്ടും ആളുകൾ വീണ്ടും വീണ്ടും ഇതിന്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഈ സെഗ്മെന്റിലെ ഫസ്റ്റ് ചിത്രമായി ഇന്റർസ്റ്റെല്ലാർ തന്നെ സെലക്ട് ചെയ്യാം എന്നാണ് കരുതിയത്. അപ്പോൾ റീക്യാപ്പ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഫുൾ സ്റ്റോറി ഇൻക്ലൂഡിംഗ് സ്പോയിലേഴ്സ് ഉണ്ടാവും എന്നുകൂടെ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. കൂടാതെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും വേഗം വീഡിയോയിലേക്ക് പോവാം. കമോ. അപ്പോൾ 2014 ഇറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ എപ്പിക് സയൻസ് ഫിക്ഷൻ ഡ്രാമ ഫിലിം ഇന്റർസ്റ്റെല്ലാർ. സ്റ്റോറി തുടങ്ങുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടറായ കൂപ്പർ എന്ന എയർഫോഴ്സ് പൈലറ്റിനെ കാണിച്ചുകൊണ്ടാണ്. കൂപ്പർ ഒരു ജെറ്റിൽ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ആ ജെറ്റ് ക്രാഷ് ആവുകയും കൂപ്പർ തന്റെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എണീക്കുകയും ചെയ്യുന്നു. കൂപ്പറിന്റെ മകളാണ് മർഫ്. അവൾ കൂപ്പറിനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, വീണ്ടും പ്ലെയിൻ ക്രാഷ് ആയോ എന്നൊക്കെ. പക്ഷേ കൂപ്പർ അതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത് കൂപ്പറിന്റെ ഫാദർ ഇൻ ലോ ഡൊണാൾഡ് ബ്രേക്ക്ഫാസ്റ്റിനായി കൂപ്പറിനെയും മക്കളെയും ടേബിളിലേക്ക് ക്ഷണിക്കുന്നു. കൂപ്പറിന്റെ മകനായ ടോം മർഫിന്റെ ഗോസ്റ്റ് തിയറീസിനെ കളിയാക്കുന്നു. കാരണം മർഫിന്റെ തിയറി ആത്മാക്കളാണ് കൂപ്പറിന്റെ മിനിയേച്ചർ ലാൻഡറിനെ പൊട്ടിച്ചത് എന്നാണ്. അത് കേട്ട് ടോം അവളെ കളിയാക്കുവാണ്. കൂപ്പർ മർഫിനോട് ആത്മാക്കളൊന്നും റിയൽ അല്ല, അല്ലെങ്കിൽ ആ തിയറി പ്രൂവ് ചെയ്യുന്ന ഒരു റിയൽ ഇൻസിഡന്റ് നടക്കട്ടെ, അപ്പൊ നോക്കാം എന്നും പറയുന്നു. കൂപ്പറും ഡൊണാൾഡും പുറത്തേക്ക് ഇറങ്ങി അവരുടെ ഫാമിനെ നശിപ്പിക്കുന്ന ബ്ലൈറ്റ് എന്ന മാരകമായ രോഗത്തെ പറ്റി സംസാരിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കൂപ്പർ ടോമിനെയും മർഫിനെയും സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് അവരുടെ കാറിന്റെ ടയർ പഞ്ചർ ആവുകയും കൂപ്പർ ടോമിനോട് അത് ശരിയാക്കാനും പറയുന്നു. പെട്ടെന്ന് അതുവഴി ഒരു മിലിറ്ററി ഡ്രോൺ പാസ് ചെയ്ത് പോകുവാണ്. കൂപ്പർ അവർ രണ്ടുപേരെയും പെട്ടെന്ന് കാറിൽ കയറാൻ പറയുന്നു. എന്നിട്ട് ടോമിനോട് വണ്ടി ഓടിക്കാൻ ആവശ്യപ്പെടുന്നു. ആ സമയം കൊണ്ട് കൂപ്പർ ഒരു എക്യുപ്മെന്റ് വെച്ച് ആ ഡ്രോണിനെ ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. കൂപ്പർ ഡ്രോണിനെ പിടിക്കുന്നതിൽ ബിസി ആയിരിക്കവേ ടോം അതിനെ ഫോളോ ചെയ്ത് ഒരു ക്ലിഫിന്റെ എഡ്ജിൽ ചെന്നെത്തുന്നു. അവിടെ വെച്ച് കൂപ്പർ ആ ഡ്രോണിനെ ഹാക്ക് ചെയ്യുകയും മർഫിന്റെ സഹായത്തോടെ അതിനെ ലാൻഡ് ചെയ്യിക്കുകയും ചെയ്യുന്നു. മിലിറ്ററി ഒന്നും അസൈൻഡ് ആകാത്ത ആ ഡ്രോണിനെ കൂപ്പർ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അടുത്ത സീൻ എന്താന്ന് വെച്ചാൽ അവർ 3 പേരും കൂടെ സ്കൂളിൽ എത്തുവാണ്. ടോം ക്ലാസ്സിലേക്ക് പോകുന്നു. മർഫ് കാറിൽ തന്നെ ഇരിക്കുന്നു. കൂപ്പർ അവരുടെ പ്രിൻസിപ്പലിനെ കാണാനായിട്ട് പോകുന്നു. പ്രിൻസിപ്പൽ പറയുന്നത് ടോമിന് ഭാവിയിൽ ഒരു നല്ല ഫാമർ ആവാൻ കഴിയും എന്നാണ്. പക്ഷെ കൂപ്പറിന് ടോം ഹയർ സ്റ്റഡീസിനായിട്ട് കോളേജിൽ പോകണം എന്നാണ് ആഗ്രഹം. ആർമീസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് ചെയ്യാം എന്നാണ് കൂപ്പറിന്റെ അഭിപ്രായം. പക്ഷെ ഈ രാജ്യത്തിന് ഇനി ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെ അല്ല വേണ്ടത്, പകരം നല്ല കൃഷിക്കാരുണ്ടെങ്കിലേ ലോകത്തിന്റെ പട്ടിണിയൊക്കെ മാറ്റാൻ പറ്റൂ എന്നും പ്രിൻസിപ്പൽ പറയുന്നു. ഇത് കഴിഞ്ഞ് മർഫിന്റെ ടീച്ചർ അവളുടെ മൂൺ ലാൻഡിങ്ങിന്റെ ഇൻട്രസ്റ്റിനെ പറ്റി കൂപ്പറിനെ അറിയിക്കുന്നു. മൂൺ ലാൻഡിംഗ് ഫേക്ക് ആണെന്നും മർഫ് ഇതിലൊന്നും ഫോക്കസ് ചെയ്യരുതെന്നും ടീച്ചർ കൂപ്പറിനോട് പറയുന്നുണ്ട്. കൂടാതെ ഇങ്ങനത്തെ ഡിസ്കവറീസ് ഒക്കെ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുത്തില്ല എന്നാണ് പ്രിൻസിപ്പളുടെ ഒപ്പീനിയൻ. പക്ഷേ ഇങ്ങനത്തെ യൂസ്ലെസ് എന്ന് വിളിക്കുന്ന ഡിസ്കവറീസ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വൈഫ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് കൂപ്പർ ആർഗ്യൂ ചെയ്യുന്നു. ടീച്ചർ അയാളോട് സോറി പറഞ്ഞുകൊണ്ട് മർഫിന്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അവളുടെ സസ്പെൻഷൻ ലെറ്റർ കൂപ്പറിനെ ഏൽപ്പിക്കുന്നു. ഒരു കൂൾ ഡാഡായ കൂപ്പർ ഞാൻ അവളെ ഒരു ബേസ്ബോൾ ഗെയിമിന് കൊണ്ടുപോയി ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ സസ്പെൻഷൻ ലെറ്റർ മേടിക്കുന്നു. ശേഷം കാറിലിരിക്കുന്ന മർഫിനോട് ഈ വിവരം പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോൾ അവർ കാണുന്നത് ട്രാക്ടേഴ്സ് ഒക്കെ തന്നെ വർക്ക് ആവുകയും മർഫിന്റെ റൂമിലെ ബുക്സ് ഒക്കെ നിലത്ത് വീണ് കിടക്കുന്നതുമാണ്. മർഫ് പറയുന്നത് അത് ആത്മാക്കൾ മോഴ്സ് കോഡിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ന്. എങ്കിലും കൂപ്പർ അത് സമ്മതിക്കുന്നില്ല. പിന്നീട് കൂപ്പർ ആ ട്രാക്ടേഴ്സിനെ ഒക്കെ ശരിയാക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് കേടായത് എന്ന റീസൺ ഇപ്പോഴും അവർക്ക് ആർക്കും അറിയില്ല. അത് കഴിഞ്ഞ് ഡൊണാൾഡും കൂപ്പറും അവരുടെ പഴയ കാലത്തെ പറ്റി സംസാരിക്കുവാണ്. ആ സമയത്ത് എന്നും പുതിയ പുതിയ ഇന്നോവേഷൻ ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലെങ്കിലും ഡൊണാൾഡ് ശരിക്കും പീസ്ഫുൾ ആണ്. പക്ഷെ അയാളുടെ ആകെയുള്ള ഇപ്പോഴത്തെ പേടി കൂപ്പറിന്റെ സ്പേസ് ട്രാവലിനോടുള്ള അതിയായ ആഗ്രഹമാണ്. പിന്നീട് കാണിക്കുന്നത് ബേസ്ബോൾ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ടോമിനെയും കൂപ്പറിനെയുമാണ്. ടോം കൂപ്പറിനോട് പറയുന്നുണ്ട് ഭാവിയിൽ ഈ ഫാമൊക്കെ ഞാൻ നോക്കി നടത്തിക്കോളാമെന്ന്. പെട്ടെന്ന് ആ പ്രദേശത്ത് സാൻഡ്സ്റ്റോം അറ്റാക്കിന്റെ സൈറൻ കേൾക്കുന്നു. ആൾക്കാരൊന്നും ഇതൊന്നും ഞങ്ങൾക്ക് പുതിയതല്ല എന്ന മട്ടിൽ പതുക്കെ അവിടുന്ന് അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു. വീട്ടിലേക്ക് തിരികെ വരുമ്പോഴാണ് മർഫ് ഓർത്തത് അവളുടെ റൂമിലെ വിൻഡോ തുറന്നു കിടക്കുവാണെന്ന്. പെട്ടെന്ന് അവർ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്ത് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ കൂപ്പർ ആ ഡസ്റ്റിൽ നിന്ന് ഒരു പാറ്റേൺ കാണുന്നു. അടുത്ത ദിവസം കൂപ്പർ മർഫിന്റെ റൂമിലിരുന്ന് ഒരു കോയിൻ ടോസ് ചെയ്ത് നോക്കുകയും
അത് നിലത്തേക്ക് ഒരു മാഗ്നറ്റ് എന്ന പോലെ അട്രാക്ട് ആവുകയും ചെയ്യുന്നു. മർഫിന്റെ റൂമിലെ പ്രേതം വേറൊന്നും അല്ല ഗ്രാവിറ്റി ആണെന്ന് അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. പെട്ടെന്നാണ് കൂപ്പറിന് മനസ്സിലാവുന്നത് ശരിക്കും ഈ സാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബൈനറി ഫോമിലാണെന്ന്. മർഫും കൂപ്പറും കൂടെ ഒരു മാപ്പ് എടുത്ത് ആ സാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. ആ കോർഡിനേറ്റ്സിന്റെ ലൊക്കേഷനിലേക്ക് കൂപ്പർ മർഫിനെ കൂട്ടാതെ പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ കൂപ്പർ അറിയാതെ കാറിലുള്ള ബ്ലാങ്കറ്റിനടിയിൽ മർഫ് ഒളിച്ചിരിക്കുന്നു. അങ്ങനെ കൂപ്പർ അവളെയും കൂടെ കൊണ്ടുപോകാൻ ഫോഴ്സ്ഡ് ആവുന്നു. അങ്ങനെ ട്രാവൽ ചെയ്ത് രാത്രിയായപ്പോൾ അവർ ആ കോർഡിനേറ്റ്സ് കാണിച്ച സ്ഥലത്ത് എത്തുന്നു. അവർ അവിടെയുള്ള ഗേറ്റിനെ കട്ട് ചെയ്ത് മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുകയും ഒരു ശബ്ദം അവരെ ത്രെട്ടൻ ചെയ്യുന്നതോടൊപ്പം ആരോ അവരെ ടേസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് കൂപ്പർ എണീക്കുമ്പോൾ കാണുന്നത് ടാർസ് എന്ന ടാക്ടിക്കൽ റോബോട്ട് അയാളെ ചോദ്യം ചെയ്യുന്നതാണ്. ഡോക്ടർ എമീലിയ ബ്രാൻഡ് റൂമിലേക്ക് വന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. തനിക്ക് മറ്റൊരു പ്രൊഫസർ ബ്രാൻഡിനെ അറിയാമെന്ന് കൂപ്പർ പറയുന്നു. എന്നിട്ട് അവൾ കൂപ്പറിനെ ഒരു കോൺഫറൻസ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മർഫ് പ്രായമായ ചില ആളുകളോട് സംസാരിച്ചിരിക്കുവാണ്. അവിടെ വെച്ച് കൂപ്പർ തനിക്ക് അറിയാമെന്ന് പറഞ്ഞ പ്രൊഫസർ ബ്രാൻഡിനെ മീറ്റ് ചെയ്യുന്നു. കൂപ്പർ അവരോട് വളരെ വേഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അവർ ഹിഡൻ ബേസ് കണ്ടുപിടിച്ചതെന്ന്. ബട്ട് അപ്പൊ തന്നെ മർഫ് പറയുന്നു ഗ്രാവിറ്റിയാണ് അവരെ അവിടെ എത്തിച്ചതെന്ന്. തങ്ങളുടെ സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാതെ കൂപ്പർ കൂടുതൽ സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേട്ട് അവർ ചിരിക്കുകയും തങ്ങൾ നാസയിലെ ആളുകളാണെന്നും ഡേഞ്ചറസ് അല്ലെന്നും കൺവേ ചെയ്യുന്നു. പ്രൊഫസർ ബ്രാൻഡ് അവിടുത്തെ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റോക്കറ്റ് ഷിപ്പ് കൂപ്പറിന് കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ വെച്ച് ബ്രാൻഡ് പറയുന്നുണ്ട് ലോകം മൊത്തം ഇപ്പൊ ആഹാരത്തിന് ക്ഷാമം ഉള്ളത് കൊണ്ട് തന്നെ അവർക്കിപ്പോ സ്പേസ് എക്സ്പ്ലോറേഷനുള്ള ഫണ്ടൊന്നും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ അവരുടെ ശ്രമങ്ങളെല്ലാം ഇനി അങ്ങോട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിരിക്കും എന്നും പ്രൊഫസർ ബ്രാൻഡ് പറയുന്നു. ബ്ലൈറ്റ് എന്ന അസുഖം ഓരോ വർഷവും കൂടുതൽ ക്രോപ്സിനെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീറ്റ് ആൻഡ് പൊട്ടറ്റോസ് ഒന്നും ഇപ്പൊ വളരുന്നില്ലെന്നും അടുത്തതായി കോൺ ആയിരിക്കും എഫക്ട് ആകാൻ പോകുന്നതെന്നും ബ്രാൻഡ് പറയുന്നു. ഈ ബ്ലൈറ്റ് എന്ന രോഗം ഭൂമിയിലെ ഓക്സിജനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മർഫിന്റെ ജനറേഷനും കൂടെ ആയിരിക്കും ഭൂമിയിൽ അവസാനമായിട്ട് സർവൈവ് ചെയ്യുക എന്നാണ് ബ്രാൻഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ബ്രാൻഡ് പറയുന്നത് നാസയ്ക്ക് ഭൂമിയെ സേവ് ചെയ്യാൻ ഒരു ഉദ്ദേശവുമില്ല എന്നാണ്. പകരം അവർ ഈ പ്ലാനറ്റിനെ അങ്ങ് ഉപേക്ഷിക്കും. പ്രൊഫസർ ബ്രാൻഡ് കൂപ്പറിനെ എൻഡ്യോറൻസ് എന്ന പ്രോജക്റ്റ് പരിചയപ്പെടുത്തുന്നു. ലെസാറസ് എന്ന മിഷന്റെ ഫൈനൽ എഡിഷൻ ആണ് എൻഡ്യോറൻസ്. ലെസാറസ് മിഷൻ എന്നത് മനുഷ്യർക്ക് ജീവിക്കാനുള്ള പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കാനുള്ള ഭൂമിയുടെ ലാസ്റ്റ് എക്സ്പെഡിഷൻ ആണ്. പ്രൊഫസർ ബ്രാൻഡ് പറയുന്ന കാര്യത്തിൽ കൺവിൻസ്ഡ് ആയ കൂപ്പർ ഹ്യൂമാനിറ്റിക്കും എസ്പെഷ്യലി കുട്ടികൾക്കും വേണ്ടി പ്രോജക്ട് എൻഡ്യോറൻസിന്റെ പൈലറ്റ് ആവാമെന്ന് സമ്മതിക്കുന്നു. ശേഷം നാസ അവരുടെ പ്ലാൻസ് കൂപ്പറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. മറ്റൊരു ഗാലക്സിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു വോം ഹോൾ സാറ്റേണിനടുത്തായി നാസ കണ്ടെത്തിയിട്ടുണ്ട്. ഹ്യൂമൻസിനെ സേവ് ചെയ്യുക എന്ന നല്ല ഉദ്ദേശത്തോടെ ചില സുപ്പീരിയർ ബീങ്സ് അത് അവിടെ പ്ലേസ് ചെയ്തതാണ് എന്നാണ് നാസ വിശ്വസിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് നാസ 12 ആസ്ട്രോനോട്സിനെ 12 പ്ലാനറ്റ്സിലേക്കായി അയച്ചിരുന്നു. അതിൽ 3 പേർ മാത്രം അവരെത്തിയ പ്ലാനറ്റ്സ് ലിവിങ്ങിന് സ്യൂട്ടബിൾ ആണെന്ന് തിരികെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിലവിലെ മിഷന് 2 പ്ലാൻസ് ആണുള്ളത്. പ്ലാൻ എ എന്നത് നിലവിൽ ബ്രാൻഡും ടീമും ഉള്ള ആ മൊത്തം ഫെസിലിറ്റിയെയും ഒരു സ്പേസ് ക്രാഫ്റ്റ് ആയി ഉപയോഗിച്ച് ഗ്രാവിറ്റി കൊണ്ട് അതിനെ പ്രൊപ്പൽ ചെയ്യിച്ച് അവരെ സ്പേസിലേക്ക് എത്തിക്കുക എന്നതാണ്. എന്നാൽ ഇത് നിലവിലൊരു തിയറി മാത്രമാണ്. പ്രൊഫസർ ബ്രാൻഡ് അതിന്റെ പ്രാക്ടിക്കാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പ്ലാൻ ബി എന്നത് ആയിരക്കണക്കിന് ഫെർട്ടിലൈസ്ഡ് ഹ്യൂമൻ എഗ്സിനെ അവർ പുതിയ പ്ലാനറ്റിലേക്ക് അയച്ച് അവിടെ ഒരു കോളനി സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. കൂപ്പർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോഴേക്കും പ്ലാൻ എ ഓപ്പറേഷനിലാകും എന്ന് പ്രൊഫസർ ബ്രാൻഡ് പ്രോമിസ് ചെയ്യുന്നു. ഈ ഒരു അഷുറൻസോടെ ബ്രാൻഡിനെ കൂപ്പർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നു. തിരികെ വീടെത്തിയ ശേഷം കൂപ്പർ ഈ മിഷനുമായി പോകുന്നതോർത്ത് വിഷമിച്ചിരിക്കുന്ന മർഫിനെ അയാൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഡൊണാൾഡും ഒടുവിൽ കൂപ്പർ തന്റെ സ്പേസ് ട്രാവൽ ആഗ്രഹം സാധിച്ചെടുത്തതിനെ പറ്റി കോൺഫ്രണ്ട് ചെയ്യുന്നു. പക്ഷേ ഈ മിഷൻ മനുഷ്യരാശിയുടെ അവസാന പ്രതീക്ഷയാണെന്നും പതിയെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമി വിട്ട് ആളുകൾ പോകേണ്ട സമയം അതിക്രമിച്ചുവെന്നും കൂപ്പർ അവകാശപ്പെടുന്നു. രാവിലെ ആകുമ്പോൾ കൂപ്പർ വീണ്ടും മർഫിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവൾക്കും ടോമിനും വേണ്ടിയാണ് താൻ ഈ മിഷൻ ഏറ്റെടുക്കുന്നതെന്ന് അയാൾ വാദിക്കുന്നു. എന്നാൽ മർഫ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും പോകരുത് എന്ന സന്ദേശമാണ് ആത്മാക്കൾ കോഡ് ലാംഗ്വേജ് വഴി അയച്ചിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ കൂപ്പർ ഇതൊന്നും ചെവി കൊള്ളാതെ ഒരു അവസാന വട്ടം എന്നോണം അവളെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ അയാൾ അവൾക്ക് തന്റെ വാച്ച് കൊടുക്കുകയും സ്പേസിലെ സമയം എർത്തിൽ നിന്നും ഒത്തിരി സ്ലോ ആണ്, സോ അയാൾ തിരികെ വരുമ്പോഴേക്ക് ചിലപ്പോൾ അയാളും അവളും ഒരേ ഏജ് ആയിരിക്കും എന്ന പോലെ തമാശ പറയുന്നു. പക്ഷെ അവൾ ആ വാച്ച് ദേഷ്യത്തോടെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ കൂപ്പർ അവളോട് താൻ ഉറപ്പായും തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറയുന്നു. പുറത്തെത്തിയ അയാൾ മകനെ കെട്ടിപ്പിടിക്കുകയും തന്റെ ട്രക്കും മറ്റ് റെസ്പോൺസിബിലിറ്റീസും ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കാറിൽ കയറിയ കൂപ്പർ ബ്ലാങ്കറ്റ് ഉയർത്തി മർഫ് അവിടെ ഒളിച്ചിരിപ്പില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ശേഷം മർഫ് അയാളുടെ പുറകെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അയാൾ കണ്ണീരോടുകൂടി ഡ്രൈവ് ചെയ്ത് പോയി കഴിയുന്നു. അങ്ങനെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുകയും കൂപ്പർ തന്റെ ക്രൂവിനും ടാർസ് എന്ന റോബോട്ടിനൊപ്പം ഭൂമി വിട്ട് പറന്നുയരുകയും ചെയ്യുന്നു. അവർ എൻഡ്യോറൻസ് സ്പേസ് സ്റ്റേഷനിൽ എത്തുകയും ക്രൂവിലെ ഡോയൽ എന്നയാൾ ഹാച്ച് ലോക്ക് ചെയ്യുകയും അങ്ങനെ സ്പേസ് ക്രാഫ്റ്റ് വിജയകരമായി ഡോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം ക്രൂ സ്റ്റേഷനിൽ എൻ്റർ ചെയ്ത് ടാർസിനെ പോലെ അവിടെയുള്ള കേസ് എന്ന ടാക്ടിക്കൽ റോബോട്ടിനെ പവർ അപ്പ് ചെയ്യുന്നു.
ബൂസ്റ്റേഴ്സ് ഓൺ ആകുന്നതോടെ സ്പേസ് സ്റ്റേഷൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. റോമിലി എന്ന ക്രൂ മെമ്പറിന് ചെറുതായി ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അമീലിയ പുള്ളിക്ക് മെഡിക്കേഷൻസ് നൽകുകയും ചെയ്യുന്നു. ശേഷം പ്രൊഫസർ ബ്രാൻഡ് സ്ക്രീനിലെത്തി 2 വർഷം നീളുന്ന അവരുടെ സാറ്റേണിലുള്ള യാത്രയ്ക്ക് ഗുഡ് ലക്ക് വിഷസ് അറിയിക്കുന്നു. എൻഡ്യോറൻസ് അങ്ങനെ ഡാർക്ക് സ്പേസിലൂടെ യാത്ര തുടങ്ങുന്നു. കൂപ്പർ ഒരു വിൻഡോയിലൂടെ ദൂരത്തേക്ക് അകന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയെ നോക്കി നിൽക്കുന്നു. ഇതേ സമയം റോമിലി ചേംബറിലേക്ക് കടന്ന് ഡീപ് സ്ലീപ്പിനായി റെഡിയാകുന്നു. ശേഷം അമീലിയയും കൂപ്പറും അവർക്ക് തിരികെ സന്ദേശം അയച്ച ഡോക്ടർ മാൻ, ഡോക്ടർ മില്ലർ, ഡോക്ടർ എഡ്മണ്ട്സ് എന്നീ 3 ആസ്ട്രോണോട്സിനെ പറ്റി സംസാരിക്കുന്നു. എഡ്മണ്ട്സിനെ പറ്റി ചോദിക്കുമ്പോൾ വിഷയം മാറ്റുന്ന അമീലിയ, പക്ഷേ ഈ അപകടകരമായ എക്സ്പെഡിഷനിൽ ഏർപ്പെടാൻ ഇവരെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ആൾ എന്ന നിലയ്ക്ക് ഡോക്ടർ മാനിനെ വളരെയധികം പ്രശംസിക്കുന്നു. പിന്നീട് അവൾ ചേംബറിലേക്ക് പോവുകയും കൂപ്പർ ചാൾസുമായി ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അമീലിയയ്ക്ക് ഡോക്ടർ എഡ്മണ്ട്സുമായി എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അയാൾ ടാർസനോട് ചോദിക്കുന്നു. പക്ഷേ തന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണെന്ന് പറഞ്ഞ് ചാൾസ് ആ ചോദ്യത്തിൽ നിന്നും പൊഴിഞ്ഞു മാറുന്നു. പിന്നീട് കൂപ്പർ ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്നതിന് മുമ്പായി തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഗുഡ് ബൈ മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ വീഡിയോ റെക്കോർഡറിന് മുന്നിലിരിക്കുന്നു. ഭൂമിയിലാകട്ടെ പ്രൊഫസർ ബ്രാൻഡ് കൂപ്പറിന്റെ ഫാമിലിയെ വിസിറ്റ് ചെയ്യുന്നു. അയാൾ അവർക്ക് കൂപ്പറിന്റെ വീഡിയോ മെസ്സേജ് കൊടുക്കുന്നു. പക്ഷെ മർഫ് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഡൊണാൾഡിനോട് മർഫിനെ തന്നോടൊപ്പം കൊണ്ടുപോകാനും സംരക്ഷിക്കുകയും പഠിപ്പിച്ച് വളർത്താനും ഉള്ള ആഗ്രഹം പ്രൊഫസർ ബ്രാൻഡ് അറിയിക്കുന്നു. വർഷങ്ങൾക്കപ്പുറം സാറ്റേണിന്റെ ഔട്ട്സ്കേർട്സിലൂടെ ഒരു തിളക്കമുള്ള വസ്തു നീങ്ങുന്നതായി നമ്മൾ കാണുന്നു. അത് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഡീപ് സ്ലീപ്പിൽ നിന്ന് ഉണർന്ന കൂപ്പർ തന്റെ ഫാമിലിയുടെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള വീഡിയോ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ അടുത്തിരിക്കുന്ന റോമിലിക്കാകട്ടെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരല്പം നെഗറ്റീവ് ഫീൽ ആണുള്ളത്. കൂപ്പർ അയാളെ ആശ്വസിപ്പിക്കുകയും തന്റെ ഹെഡ്ഫോൺ അയാൾക്ക് കടം കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം ഡോയലും കൂപ്പറും ചേർന്ന് മുമ്പ് വേം ഹോളിലേക്ക് പോയ പ്രോപ്സ് ക്യാപ്ചർ ചെയ്ത ഇമേജസ് റിവ്യൂ ചെയ്യുന്നു. ആ സമയം തങ്ങൾ ഏതാനും മണിക്കൂറിനുള്ളിൽ വേം ഹോളിലേക്ക് എത്തുമെന്ന് അമീലിയ റേഡിയോയിലൂടെ അറിയിക്കുന്നു. മുഴുവൻ മനുഷ്യരാശിയുടെ ഭാവി തങ്ങളുടെ ചുമലിലാണെന്ന ചിന്ത ക്രൂവിനെ വല്ലാതെ ആങ്ഷ്യസ് ആക്കുന്നു. വേം ഹോളിലേക്ക് കടന്ന ശേഷം ഷിപ്പിന്റെ ബിൽഡ് സ്ട്രക്ചറിന് ഭീഷണിയാകുന്ന അത്ര സ്പീഡിലാണ് സ്പേസ് ഷിപ്പ് നീങ്ങുന്നത്. അന്നേരം എമീലിയയ്ക്ക് സ്പേസിൽ ഒരു ഡിസ്റ്റോർഷൻ കാണപ്പെടുന്ന പോലെ തോന്നുന്നു. ആരോ ഒരു കൈ അവരുടെ അടുത്തേക്ക് നീട്ടുന്നത് പോലെ. നമ്മൾ മുമ്പ് പറഞ്ഞ ആ വെൽ മൈൻഡഡ് സുപ്പീരിയർ വിങ്സിന്റെ കൈയാണ് അതെന്ന് കരുതുന്ന അവൾ അതിനെ എത്തിപ്പിടിക്കാൻ നോക്കുന്നു. പക്ഷെ ഉടൻ തന്നെ എല്ലാം സൈലന്റ് ആവുകയും ഷിപ്പ് സ്റ്റേബിൾ ആവുകയും പിന്നെ അതൊരു സ്മൂത്ത് ഫ്ലോട്ടിംഗ് സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുന്നു. പിന്നീട് ക്രൂ ഒരു മീറ്റിംഗ് നടത്തുന്നു. 3 പ്ലാനറ്റ്സിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് തീരുമാനിക്കേണ്ടത്. ഡോക്ടർ എഡ്മണ്ടിന് ക്രൂവുമായുള്ള കണക്ഷൻ നിലവിൽ നിലച്ചിരിക്കുന്നത് കൊണ്ട് മറ്റ് 2 പ്ലാനറ്റ്സുമാണ് അവരുടെ ഇപ്പോഴുള്ള ഓപ്ഷൻസ്. അതിലൊരെണ്ണം മുമ്പ് നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ഹോൾ ആയ ഗർഗാന്റ്വയ്ക്ക് അടുത്താണ്. ആ പ്ലാനറ്റിലെ 1 മണിക്കൂർ എന്നത് ഭൂമിയിലെ 7 വർഷമാണ്. ഈ ഒരു കാരണം കൊണ്ട് ഡോയലും കൂപ്പറും ആർഗ്യൂ ചെയ്യുന്നു. ഡോയലിന് പ്രൊഫസർ ബ്രാൻഡ് പറഞ്ഞ പോലെ പ്ലാൻ ബിയുമായി മുന്നോട്ട് പോകാനും ഭൂമിയിലുള്ളവരെ ഉപേക്ഷിക്കാനുമാണ് താല്പര്യം. പക്ഷെ കൂപ്പർ ഒരു ബാലൻസ്ഡ് സജഷൻ പറയുന്നു. ഗർഗാന്റ്വയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ ലാൻഡിംഗ് സമയത്ത് അവരുടെ ടൈം എഫക്റ്റ് ആവില്ല. ഈ പ്ലാനിനോട് എല്ലാവരും എഗ്രി ചെയ്യുന്നു. ഏതാനും ചില പ്രിപ്പറേഷൻസിന് ശേഷം റോമിലി ഷിപ്പിൽ തന്നെ നിൽക്കുകയും മറ്റുള്ള ക്രൂ മെമ്പേഴ്സും കേസും ഒരു സ്പേസ് ക്രാഫ്റ്റ് പ്ലാനറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. സർഫസിലേക്ക് അടുക്കും തോറും അവർ ശക്തമായ ടർബുലൻസ് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലൗഡ്സിനെ പാസ് ചെയ്ത് താഴേക്കെത്തി ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുന്ന അവർ കാണുന്നത് അതിവിശാലമായ ഒരു സമുദ്രമാണ്. കൂപ്പറിന്റെ എക്സ്പേർട്ട് പൈലറ്റിംഗ് കാരണം വെള്ളത്തിന്റെ ആഴം കുറഞ്ഞ ഭാഗത്തിന് മുകളിലായി അവർക്ക് ക്രാഫ്റ്റിനെ നിർത്താൻ കഴിയുന്നു. സമയം കളയാനില്ലാത്തതിനാൽ ഡോയലും അമീലിയയും എത്രയും വേഗം പുറത്തേക്ക് ഇറങ്ങി എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നു. കേസ് അവിടെ മുമ്പെത്തിയ ഡോക്ടർ മില്ലറിന്റെ തകർന്നടിഞ്ഞ ബീക്കൺ കണ്ടെത്തുന്നു. അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി അവർ ദൂരെ കാണുന്ന വലിയ മലനിരകൾക്കടുത്തേക്ക് നടക്കുന്നു. പക്ഷേ ക്രാഫ്റ്റിനുള്ളിൽ നിന്നും ഒബ്സർവ് ചെയ്യുന്ന കൂപ്പറിന് അവ മലകളല്ലെന്നും അത്രയും തന്നെ വലിപ്പമുള്ള തിരമാലകളാണെന്ന് മനസ്സിലാകുന്നു. ആ തിരമാലകൾ അവരിൽ നിന്നും ദൂരേക്കാണ് പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അത്രയും തന്നെ വലിപ്പമുള്ള മറ്റൊരെണ്ണം അവർക്ക് പുറകിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ ഡോക്ടർ മില്ലർ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അമീലിയ തുടരുന്നു. അവൾ അത് കണ്ടെത്തുന്നുണ്ടെങ്കിലും വെള്ളത്തിൽ നിന്നും അത് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിൽ അവൾ വീണുപോകുന്നു. കേസ് ഉടൻ തന്നെ ഒരു വീലായി ട്രാൻസ്ഫോം ചെയ്ത് അവളെ രക്ഷിക്കാൻ അടുത്തേക്ക് പോകുന്നു. അത് അവളെയും എടുത്തുകൊണ്ട് ക്രാഫ്റ്റിലേക്ക് എത്തുകയും കൂപ്പർ എത്രയും വേഗം ഹാച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഡോയലിന് അകത്തേക്ക് കയറാൻ കഴിയുന്നതിന് മുമ്പ് തിരമാലകൾ അവർക്ക് മീതെ പതിക്കുകയും അവൻ അതിൽ പെട്ടുപോവുകയും ക്രാഫ്റ്റിനുള്ളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ രക്ഷപ്പെടുന്നെങ്കിലും ക്രാഫ്റ്റ് ഡാമേജ്ഡ് ആകുന്നു. താൻ പറഞ്ഞ പോലെ തന്നെ എമീലിയ തിരികെ ക്രാഫ്റ്റിൽ എത്താൻ ശ്രമിക്കാത്തതിന് കൂപ്പർ അവളോട് ദേഷ്യപ്പെടുന്നു. അവരിപ്പോൾ തന്നെ മണിക്കൂറുകളോളം ആ പ്ലാനറ്റ് ചിലവാക്കി കഴിഞ്ഞു. സോ അവർക്ക് ഡോയലിനെ മാത്രമല്ല ഭൂമിയിലെ ഒട്ടനവധി വർഷങ്ങൾ കൂടെയാണ് നഷ്ടപ്പെട്ടത്. ഈ പ്ലാനറ്റിലെ സമയം വെച്ച് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായിരിക്കും ഡോക്ടർ മില്ലർ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക എന്നും അതുകൊണ്ടാണ്
ഡേറ്റ അധികം ഡാമേജ്ഡ് ആകാതെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞതെന്നുമാണ് എമീലിയ വിശ്വസിക്കുന്നത്. കൂപ്പർ ആകട്ടെ തന്റെ മകൾ ഇപ്പോൾ തന്നെ ഒരു അഡൾട്ട് ആയിട്ടുണ്ടാവും എന്നതോർത്ത് മിഷനിലുള്ള നിരാശ വർദ്ധിക്കുന്നു. എന്നാൽ കൂടുതൽ ആലോചിച്ച് സമയം കളയാൻ അവസരം ലഭിക്കാത്ത തരത്തിൽ അടുത്ത തിരമാലകൾ അവരുടെ അടുത്തേക്ക് എത്തുന്നു. എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അവരുടെ ഡെസ്പറേറ്റ് ആയ ശ്രമങ്ങൾ ഭാഗ്യത്തിന് ബലം കാണുകയും അവർ സുരക്ഷിതമായി പറന്നുയരുകയും ചെയ്യുന്നു. തിരിച്ച് ഷിപ്പിൽ എത്തുമ്പോൾ പ്രായം ഒരുപാട് കടന്നുപോയ റോമിലെയാണ് അവർ അവിടെ കാണുന്നത്. തങ്ങൾ പോയിട്ട് തിരിച്ചെത്താൻ 23ഓളം വർഷമെടുത്തു എന്നവർ മനസ്സിലാക്കുന്നു. ഈ സമയം കൊണ്ട് താൻ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് പറ്റാവുന്നത്ര കാര്യങ്ങൾ പഠിച്ചുവെന്നും പക്ഷേ ഈ റിസർച്ച് ഡേറ്റ എർത്തിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല എന്നും റോമിലെ അറിയിക്കുന്നു. പിന്നീട് കൂപ്പർ കഴിഞ്ഞ 23 വർഷമായി തനിക്ക് ലഭിച്ച വീഡിയോ മെസ്സേജസ് ചെക്ക് ചെയ്യുകയും തന്റെ മക്കളുടെ ജീവിതം മുന്നോട്ട് പോയതും കാണുകയും ചെയ്യുന്നു. അയാളുടെ മകൻ ഒരു ഭർത്താവായതും പിന്നീട് ഒരു പാരന്റ് ആയതും അവനൊരു കുട്ടിയെ നഷ്ടമായതൊക്കെ വർഷങ്ങൾക്കിടയിലുള്ള വീഡിയോസിലൂടെ കാണുന്ന അയാൾ പൊട്ടിക്കരയുന്നു. ഡൊണാൾഡ് മരിക്കുകയും മർഫ് അവരിൽ നിന്നും ഒരുപാട് അകലുകയും ചെയ്തിട്ടുണ്ട്. ഒടുവിലത്തെ മെസ്സേജ് കൂപ്പർ ഇനി തിരിച്ചു വരില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ടോം അയച്ച ഗുഡ് ബൈ സന്ദേശങ്ങളാണ്. സ്ക്രീൻ ഫേഡായ ശേഷം പിന്നീട് തെളിഞ്ഞു വരുന്നത് തന്റെ അച്ഛനെ വഴക്ക് പറഞ്ഞുകൊണ്ടുള്ള മർഫിന്റെ മെസ്സേജസ് ആണ്. അത് അവളുടെ ബർത്ത്ഡേ ആണ് ആൻഡ് അവൾ ഇപ്പോൾ കൂപ്പറിന്റെ അതേ പ്രായമാണ്. എത്രയും വേഗം തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് അവളുടെ മെസ്സേജ് അവസാനിക്കുന്നു. എർത്തിൽ മർഫ് അവളുടെ കണ്ണീര് തുടയ്ക്കുകയും റൂമിന്റെ വാതിൽക്കൽ വീൽ ചെയറിലിരിക്കുന്ന പ്രൊഫസർ ബ്രാൻഡിനെ കാണുകയും ചെയ്യുന്നു. കൂപ്പറിനുള്ള തന്റെ ആദ്യത്തെ മെസ്സേജ് അയക്കുന്ന അവളെ കണ്ട് അയാൾ സർപ്രൈസ്ഡ് ആയിരിക്കുകയാണ്. അവർ ഒന്നിച്ച് ഓഫീസിലേക്ക് പോവുകയും പ്രൊഫസർ ബ്രാൻഡിന്റെ ഇനിയും സോൾവ് ചെയ്യാത്ത തിയറിക്ക് മേൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ബോർഡിൽ എഴുതിയിരിക്കുന്ന കാൽക്കുലേഷൻസ് ഡീറ്റെയിൽ ആയി ഒബ്സർവ് ചെയ്ത അവർക്ക് തങ്ങൾ ഇത്രയും കാലം ഇക്വേഷൻസ് തെറ്റായ രീതിയിലാണ് വിലയിരുത്തിയതെന്ന് തിരിച്ചറിയുന്നു. പ്രൊഫസർ ബ്രാൻഡിന് പക്ഷേ ഇത് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും അയാൾ എന്തുകൊണ്ട് ഇതിൽ വ്യത്യാസങ്ങൾ വരുത്തിയില്ല എന്ന് മർഫിന് മനസ്സിലാകുന്നില്ല. തിരികെ എൻഡ്യൂറൻസിലേക്ക് വരുമ്പോൾ ക്രൂ അടുത്തതായി ഡോക്ടർ മാൻഡെ ആണോ അതോ എഡ്മണ്ട് പ്ലാന്റിലേക്കാണോ പോകേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യുന്നു. എഡ്മണ്ടിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ നിലച്ചിട്ട് ഒത്തിരി ആയെങ്കിലും അവിടേക്ക് പോകുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് എമിലിയയുടെ ഒപ്പീനിയൻ. പക്ഷെ ഡോക്ടർ മാൻ ഇപ്പോഴും ട്രാൻസ്മിഷൻസ് അയക്കുന്നത് കൊണ്ട് അവിടേക്കാണ് പോകേണ്ടതെന്ന് കൂപ്പർ ആർഗ്യൂ ചെയ്യുന്നു. അവർ ഇത് വോട്ട് ചെയ്ത് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ എമീലിയ ഡോക്ടർ എഡ്മണ്ടിനെ ചൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കൂപ്പർ റോമിലിയോട് പറയുന്നു. എമീലിയ അത് ഡിനൈ ചെയ്യുന്നുമില്ല. മാത്രമല്ല അവരുടെ റിലേഷൻഷിപ്പ് അങ്ങോട്ട് പോകാനുള്ള ഒരു റീസൺ ആയി തന്നെ അവൾ മുന്നോട്ട് വെക്കുന്നു. പക്ഷെ അവളുടെ ഈ ഇമോഷണൽ നറേറ്റീവ് മറ്റു രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ അല്ല. സോ അവർ ഡോക്ടർ മാന്റെ പ്ലാന്റിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എർത്തിൽ ടോം നല്ലൊരു ഫാമർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ബ്ലൈറ്റ് ബാധിക്കപ്പെട്ട എല്ലാ ക്രോപ്സിനെയും അവൻ നശിപ്പിക്കുവാണ്, അത് മറ്റ് ക്രോപ്സിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ. മർഫ് ടോമിനെയും അവന്റെ ഭാര്യയായ ലൂയിസിനെയും കാണാൻ അവരുടെ വീട്ടിലേക്ക് വരുന്നു. അവിടുത്തെ ഡസ്റ്റ് ടോംസും പിന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്ലാനറ്റും ഒക്കെ കാരണം ടോമിന്റെ രണ്ടാമത്തെ മകനായ കൂപ്പിന് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ട്. സ്പേസ് സ്റ്റേഷനിൽ അമീലിയ കൂപ്പറിനോട് നല്ല ദേഷ്യത്തിലാണ്. അവൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡോക്ടർ മാന്റെ പ്ലാനറ്റ് നമുക്ക് സ്യൂട്ടബിൾ അല്ല എന്നാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ ഡോക്ടർ എഡ്മണ്ട് പ്ലാനറ്റിൽ പ്ലാൻ ബി ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ ചെയ്താൽ ഭൂമി മൊത്തത്തോടെ നശിക്കും എന്നാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ മർഫ് പ്രൊഫസർ ബ്രാൻഡിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ബ്രാൻഡിന്റെ ഹെൽത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. അയാൾ തുടങ്ങി വെച്ച ഈ എക്സ്പെരിമെന്റ് മർഫ് എന്തായാലും വിജയകരമായി തന്നെ അവസാനിപ്പിക്കും എന്ന് പ്രോമിസ് ചെയ്യുന്നു. പക്ഷേ ബ്രാൻഡിന്റെ അവസാന വാക്കുകൾ മർഫിനെ ഞെട്ടിക്കുന്നു. പ്രോജക്ട് എൻഡ്യൂറൻസ് ശരിക്കും എർത്തിലേക്ക് തിരിച്ചു വരാനുള്ളതല്ലായിരുന്നു എന്നും പ്ലാൻ എ ഒന്നുമില്ല, അയാൾ വെറുതെ കള്ളം പറഞ്ഞതാണെന്നും പറഞ്ഞു പ്രൊഫസർ ബ്രാൻഡ് മരിക്കുന്നു. ഇത് കേട്ട മർഫ് ഷോക്ക്ഡും അതേസമയം ഫ്രസ്ട്രേറ്റഡും ആകുന്നു. മർഫ് അപ്പൊ തന്നെ ഈ വിവരം ഒരു വീഡിയോ മെസ്സേജിലൂടെ സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. അമീലിയയ്ക്ക് തന്റെ അച്ഛന്റെ ഈ കള്ളങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നുവെന്നും അവൾ കുറ്റപ്പെടുത്തുന്നു. ഈ സമയത്ത് സ്പേസ് ക്രാഫ്റ്റ് ഡോക്ടർ മാന്റെ പ്ലാനറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പ്രിപ്പയർ ആവുന്നു. എന്നിട്ട് അവർ സ്നോയി മൗണ്ടെയ്ൻസിൽ എത്തുകയും അവിടെ അവർ ഒരു ബേസ് കാണുകയും ചെയ്യുന്നു. അവർ രണ്ടാം ലിവിംഗ് ഏരിയ ഓപ്പൺ ചെയ്യുമ്പോൾ ഡീപ് സ്ലീപ്പിലായിരുന്ന ഡോക്ടർ മാനെ കാണുന്നു. മറ്റൊരു മനുഷ്യനെ ഏറെ കാലത്തിന് ശേഷം കണ്ടതും മാൻ പൊട്ടിക്കരയുവാണ്. മാൻ അയാളുടെ ആ പ്ലാനറ്റിലെ ഡിസ്കവറിയെ പറ്റി ക്രൂവിനോട് പറയുന്നു. അവരിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് ബ്രീതബിൾ എയർ ഇല്ല എന്നും ഇതിന് താഴെയുള്ള സർഫസിൽ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമെന്നും അയാൾ കരുതുന്നു. ആ ബേസിൽ അന്യഗ്രഹ ജീവികൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അവരെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു തിയറിയും അയാൾ മുന്നോട്ട് വെക്കുന്നു. ആ സമയത്ത് ചാൾസ് എമീലിയയോട് എർത്തിൽ നിന്നും ഒരു വീഡിയോ മെസ്സേജ് വന്നിട്ടുണ്ട്, പ്ലേ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. മർഫിന്റെ മെസ്സേജ് ചാൾസ് എല്ലാവരെയും കേൾപ്പിക്കുന്നു. അതായത് ബ്രാൻഡ് പറഞ്ഞ സത്യങ്ങൾ. പെട്ടെന്നുള്ള വെളിപ്പെടുത്തലിൽ കൂപ്പർ ഞെട്ടിപ്പോയി. മർഫ് പറയുന്നതിനെ പറ്റി അമീലിയയ്ക്ക് ഒരു ഐഡിയയും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. ഈ സമയത്ത് മാൻ പറയുന്നത് പ്രൊഫസർ ബ്രാൻഡ് നമ്മളൊക്കെ പ്ലാനറ്റിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തു, പക്ഷേ തിയറി മാത്രം കൊണ്ടായില്ല എന്നാണ്. എന്താണ് ബ്ലാക്ക് ഹോളിലുള്ളതെന്ന് നമുക്കറിയണം, എന്നാലേ നമുക്ക് ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അതിലുള്ള പ്രശ്നം ലോസ് ഓഫ് നേച്ചർ അത് അലോ ചെയ്യത്തില്ല എന്നുള്ളതാണ്. കൂടാതെ അയാൾ പ്രൊഫസർ ബ്രാൻഡിന്റെ ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്നു. ബിക്കോസ് ഭൂമിയിൽ ഇത്രയും പേര് മരിക്കേണ്ടത് ഒരാവശ്യമാണ്, എന്നാലേ നമുക്ക് ഹ്യൂമൻ റേസിനെ സേവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. കൂപ്പർ അത് എഗ്രി ചെയ്യാതെ എർത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. എർത്തിലാകട്ടെ
മർഫ് തന്റെ കൊളീഗായ ഗെറ്റിയോട് ബ്രാൻ പറഞ്ഞ സത്യങ്ങൾ തുറന്നു പറയുന്നു. നമുക്ക് ഈ സത്യം എന്തായാലും സമൂഹത്തിനെ അറിയിക്കണം, അറ്റ്ലീസ്റ്റ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഗെറ്റിയുടെ ഒപ്പീനിയൻ. പക്ഷെ മർഫ് അത് സമ്മതിക്കുന്നില്ല. ബിക്കോസ് മർഫ് ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്ലാൻ എ വർക്കാകും എന്ന് തന്നെയാണ്. മർഫ് അവളുടെ റൂമിലെ ആത്മാക്കൾ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ഓർക്കുന്നു. അവിടേക്ക് തിരിച്ചുപോയി ആ മെസ്സേജ് റെഡ്യൂസ് ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നു. മർഫ് ആ റൂമിൽ പോയി ബുക്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കവേ ഗെറ്റി ടോമിനോട് ചോദിക്കുന്നു, ഇത്രയും വേഴ്സായ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പൊക്കൂടെ എന്ന്. അടുത്ത കുഞ്ഞും കൂടെ മരിക്കുന്നത് വരെ ടോം ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞ് മർഫ് അയാളെ പ്രൊവോക്ക് ചെയ്യുന്നു. ടോം അവരെ രണ്ടുപേരെയും ദേഷ്യപ്പെട്ട് ഇറക്കി വിടുന്നു. പോകുന്ന വഴിക്ക് മർഫ് ടോമിന്റെ കോൺഫീൽസ് കത്തിക്കുകയും അത് കണ്ട് ടോം അവിടേക്ക് പോയ സമയം കൊണ്ട് ഗെറ്റിയും മർഫ് ടോമിന്റെ ഫാമിലിയെ അവിടെ നിന്ന് മാറ്റുകയും അവളുടെ പണ്ടത്തെ റൂമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അതേസമയം ഡോക്ടർ മാന്റെ പ്ലാനറ്റിൽ നിന്ന് കൂപ്പർ ഭൂമിയിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് എന്തുകൊണ്ട് ചാൾസിനെ ബ്ലാക്ക് ഹോളിൽ അയച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൂടാ എന്ന് റോമിലി സജസ്റ്റ് ചെയ്യുന്നു. റോബോട്ടായ ചാൾസ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. ഡോക്ടർ മാൻ ആകട്ടെ ലബോറട്ടറിയും ഹാബിറ്ററ്റ് മോഡ്യൂൾസും കൺസ്ട്രക്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂപ്പറും ഡോക്ടർ മാനിനൊപ്പം ചേരുന്നുണ്ട് ഹാബിറ്ററ്റ് മോഡ്യൂൾസിന് സ്യൂട്ടബിൾ ആയ സ്ഥലം കണ്ടുപിടിക്കാൻ. അവരുടെ യാത്രക്കിടയിൽ മാൻ കൂപ്പറിനോട് പറയുന്നുണ്ട്, മനുഷ്യരുടെ സർവൈവൽ ഇൻസ്റ്റിങ്സ് എങ്ങനെയൊക്കെയാ അവരുടെ കഴിവിന്റെ അപ്പുറത്തേക്ക് അവരെ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നതെന്ന്. കൂപ്പറിന്റെ കേസിൽ അയാളുടെ മക്കളാണ് ആ ഇൻസ്റ്റിങ്സ് ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ സംസാരിച്ച് അവരൊരു എഡ്ജിലെത്തുന്നു. അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ മാൻ കൂപ്പറിന്റെ ട്രാൻസ്മിഷൻ ഡിവൈസ് മാറ്റി അയാളെ അവിടെ നിന്ന് തള്ളിയിടുന്നു. കൂപ്പർ അയാളെ കൂടെ പിടിച്ചു വലിച്ച് കൂടെ എത്തിക്കുന്നു. കൂപ്പറിനെ ഷിപ്പുമായിട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, താൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും ഈ പ്ലാനറ്റിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല എന്നും മാൻ പറയുന്നു. അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് കള്ളം പറഞ്ഞ് അവരെ ഇവിടെ എത്തിച്ചതെന്നും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അടികൂടുന്നു. അതിന്റെ ഇടയ്ക്ക് മാൻ കൂപ്പറിന്റെ ഹെൽമെറ്റ് പൊട്ടിക്കുന്നു. അവിടുത്തെ ടോക്സിക് എയർ കാരണം കൂപ്പർ സഫക്കേറ്റഡ് ആകുന്നു. കൂപ്പർ എങ്ങനെയൊക്കെയോ ഇഴഞ്ഞ് അയാളുടെ ട്രാൻസ്മിഷൻ ഡിവൈസ് തപ്പിയെടുത്ത് അമീലിയയെ വിളിക്കുന്നു. അപ്പോഴേക്കും ഖേസും അമീലിയയും കൂപ്പറിനെ കറക്റ്റ് സമയത്ത് വന്ന് രക്ഷിക്കുന്നു. അവർ ഷിപ്പിലേക്ക് കയറുകയും കൂപ്പർ മാനിനെ പറ്റിയുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് റോമിലി ഡോക്ടർ മാന്റെ ടാക്ടിക്കൽ റോബോട്ടിലുള്ള ഡേറ്റ് നോക്കുമ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. പെട്ടെന്ന് തന്നെ അമീലിയ റേഡിയോയിലൂടെ എന്തോ പറയുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ആ സ്പേസ് ക്രാഫ്റ്റ് എക്സ്പ്ലോഡ് ആകുന്നു. അത് കണ്ട് ഡോക്ടർ മാൻ സർപ്രൈസ്ഡ് ആവുന്നു. അയാൾ കോംസിലൂടെ അമീലിയ കൂപ്പറിന്റെ ജീവൻ രക്ഷിച്ചു എന്നും അറിയുന്നു. കൂപ്പറും അമീലിയയും ആ എക്സ്പ്ലോഷൻ കാണുന്നു. ആ ഫ്ലെയിംസിൽ നിന്ന് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. എന്നിട്ട് റോമിലിയുടെ മരണം അറിയിക്കുന്നു. ആ സമയം ഡോക്ടർ മാൻ ഷിപ്പ് എടുത്ത് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കൂപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കേസ് പറയുന്നുണ്ട് ആ വെസലിലെ ഓട്ടോ ഡോക്കിംഗ് പ്രൊസീജിയർ ഡിസേബിൾഡ് ആണെന്നും ഡോക്ടർ മാനിന് എൻഡ്യോറൻസിൽ ബോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്നും. മാൻ സ്പേസ് സ്റ്റേഷനിലേക്ക് അപ്രോച്ച് ചെയ്ത് ഷിപ്പിനെ മാനുവലി തന്നെ ഡോക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. എൻഡ്യോറൻസിന്റെ അടുത്തെത്തുന്നുണ്ടെങ്കിലും ഷിപ്പ് നേരെ അലൈൻ ആവാത്തതിനാൽ അതിൽ അലാറം കേൾക്കാൻ തുടങ്ങുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ ഡോക്ടർ മാൻ ഹാച്ച് ഓപ്പൺ ചെയ്യുന്നു. കൂപ്പറും ക്രൂവും എൻഡ്യോറൻസിലേക്ക് എത്തുന്നു. കൂപ്പർ മാനിനോട് ഈ ഒരു കണ്ടീഷനിൽ ഹാച്ച് ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞു നോക്കുന്നു. ബിക്കോസ് അങ്ങനെ ചെയ്താൽ എയർലോക്ക് എക്സ്പ്ലോഡ് ആവും. പക്ഷെ ഡോക്ടർ മാൻ താനിത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഹാച്ച് ഓപ്പൺ ചെയ്യുകയും എന്നാൽ എയർലോക്ക് എക്സ്പ്ലോഡ് ആവുകയും ചെയ്യുന്നു. ക്രൂ ഈ എക്സ്പ്ലോഷൻ ദൂരെ നിന്ന് കാണുന്നു. ആ ഡെബ്രിസ് ഇവരുടെ ഷിപ്പിന്റെ നേരെ വരുന്നു. കൂപ്പർ സ്പേസ് ക്രാഫ്റ്റിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു ആൻഡ് എക്സ്ട്രീം സ്പീഡിൽ എൻഡ്യോറൻസിനെയും ഡോക്കിനെയും ചേസ് ചെയ്യുന്നു. കേസ് അത് ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും കൂപ്പർ അത് നെസസറി ആണെന്ന് പറയുന്നു. അങ്ങനെ എൻഡ്യോറൻസ് പ്ലാനറ്റിന്റെ സ്ട്രാറ്റോസ്ഫിയറുടെ അടുത്ത് എത്തുമ്പോഴേക്കും ചാൾസ് ഹാച്ച് ഓപ്പൺ ചെയ്യുകയും ഷിപ്പ് പെർഫെക്റ്റ്ലി അലൈൻ ആവുകയും ചെയ്യുന്നു. അവർ രക്ഷപ്പെട്ടു എന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കേസ് പറയുന്നത് നമ്മളിപ്പോ ഗർഗാന്റ്വേയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. എൻജിൻ സ്റ്റേബിൾ ആണെങ്കിലും നാവിഗേഷൻ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവർക്കിനി എർത്തിലോട്ട് ഒരു തിരിച്ചുപോക്കില്ല. പക്ഷെ അവർക്ക് ഡോക്ടർ എഡ്മണ്ട് പ്ലാനറ്റിലേക്ക് പോവാം. അങ്ങനെ അവർക്ക് എഡ്മണ്ട് പ്ലാനറ്റിൽ എത്തണമെങ്കിൽ ആദ്യം അവരുടെ സ്പേസ് ക്രാഫ്റ്റിലെ എക്സ്ട്രാ വെയിറ്റ് മൊത്തം കളയണം, ഇൻക്ലൂഡിംഗ് ചാൾസ്. അങ്ങനെ എൻഡ്യോറൻസ് ഗർഗാന്റ്വയുടെ ഓർബിറ്റിൽ എത്തുമ്പോഴേക്കും ചാൾസ് ആദ്യം ഡിറ്റാച്ച് ആവും. അത് കഴിഞ്ഞ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി കൂപ്പറും തന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കും. സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് ഡിറ്റാച്ച് ആയ കൂപ്പർ ബ്ലാക്ക് ഹോളിന്റെ സെന്ററിൽ എത്തുകയാണ്. അമീലിയ കൂപ്പറിന്റെ അവസാന വാക്കുകൾ കേട്ട് കരയുന്നു. കൂപ്പറിന്റെ ഷിപ്പ് ഡാർക്ക്നെസ് കൊണ്ട് കവേർഡ് ആകുന്നു. ആ സമയത്ത് അയാൾ ടാർസിനെ വിളിക്കുന്നു. വളരെ വേഗത്തിൽ ഷിപ്പ് പോകുന്നുണ്ടെങ്കിലും അവിടെ ചെറിയൊരു ലൈറ്റ് കൂപ്പറിന് കാണാൻ സാധിക്കുന്നു. ഈ വെളിച്ചം ഡ്രോപ്ലെറ്റ്സ് എന്ന പോലെ ഷിപ്പിനെ വന്ന് തട്ടുകയും ഷിപ്പിന്റെ മുകൾ ഭാഗം കത്തുകയും ചെയ്യുന്നു. കൂപ്പർ അത് കണ്ട് നിലവിളിക്കുകയും അയാളുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഷിപ്പിന്റെ കമ്പ്യൂട്ടർ ഇജക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൂപ്പറിനെ ഉണർത്തുന്നു. അങ്ങനെ കൂപ്പർ തണുപ്പും പ്രഷറും കാരണം ഡാർക്ക്നെസ്സിലേക്ക് പറക്കുന്നു. അങ്ങനെ അയാൾ വീഴുമ്പോൾ കാണുന്നത് ഒരു എൻഡ്ലെസ് ആയ റൂമാണ്. അതിലെ ഒരു വാളിൽ അയാൾ പിടിക്കുന്നു. ആ വാൾസ് മൊത്തം പുസ്തകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കൂപ്പറിന് മനസ്സിലാകുന്നു. കൂപ്പർ അതിന്റെ മറുവശത്തേക്ക് നോക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ അയാൾക്കൊരു മുറി കാണാൻ കഴിയുന്നു.
അവിടുത്തെ ഷെൽഫിൽ മുട്ടുമ്പോഴേക്കും കുട്ടിയായ മർഫ് താഴെ വീഴുന്ന പുസ്തകങ്ങളെയും മിനിയേച്ചർ ലാൻഡനെയും ശ്രദ്ധിക്കുന്നു. കൂപ്പർ മർഫിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അത് കേൾക്കാൻ ആവുന്നില്ല. അവിടുത്തെ ഓരോ വാൾസും മർഫിന്റെ പാസ്റ്റിൽ നടന്ന ഓരോ സംഭവങ്ങളാണെന്ന് കൂപ്പർ മനസ്സിലാക്കുന്നു. കൂടാതെ അയാളുടെ യങ്ങർ സെൽഫ് ഈ മിഷന് പോകാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കാണുകയും അയാളോട് പോകണ്ട എന്ന് പറയാനും ശ്രമിക്കുന്നു. മർഫിനോട് ബുക്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് കൂപ്പർ തിരിച്ചറിയുന്നു. അയാൾ പുസ്തകങ്ങളെ പുഷ് ചെയ്ത് സ്റ്റേ എന്ന മെസ്സേജ് പറയാനായിട്ട് ശ്രമിക്കുന്നു. അതേസമയം പ്രസന്റ് മർഫ് തന്റെ പുസ്തകങ്ങൾ ഓരോന്നായിട്ട് നോക്കുകയും അവൾ പണ്ട് എഴുതി വെച്ചിരുന്ന ആ സെയിം മെസ്സേജുള്ള നോട്ട്ബുക്ക് കണ്ട് ഇമോഷണൽ ആവുകയും ചെയ്യുന്നു. ശരിക്കും അന്ന് ഗോസ്റ്റ് ആയിട്ട് വന്നത് തന്റെ അച്ഛൻ തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഈ സമയത്ത് ചാൾസ് കൂപ്പറിനോട് റേഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. കൂപ്പർ ഇപ്പോൾ സുപ്പീരിയർ ബീങ്സ് ക്രിയേറ്റ് ചെയ്ത ഡയമെൻഷനിലാണെന്നും അവിടെ സമയം ഒരു ഫിസിക്കൽ പ്ലെയിൻ ആണെന്നും കൂപ്പർ ചാൾസിനെ അറിയിക്കുന്നു. ഗ്രാവിറ്റി ടൈമിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് മർഫിന് മെസ്സേജ് അയക്കാൻ പറ്റും എന്ന് അയാൾ തിരിച്ചറിയുന്നു. പ്രസന്റ് മർഫും ഇതേ സംഭവം തിരിച്ചറിയുകയും അവളുടെ അച്ഛൻ മെസ്സേജ് അയക്കും എന്നും വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് കൂപ്പർ ചാൾസിനോട് ബൈനറി ഫോമിലുള്ള നാസയുടെ കോർഡിനേറ്റ്സ് ആവശ്യപ്പെടുകയും അത് സാൻഡ് ഡസ്റ്റിന്റെ രൂപത്തിൽ അയാളുടെ യങ്ങർ സെൽഫിന് അയക്കുകയും ചെയ്യുന്നു. സുപ്പീരിയർ ബീങ്സ് മനുഷ്യരാശിയെ സഹായിക്കാനായിട്ട് മർഫിനെ തിരഞ്ഞെടുത്തതിൽ കൂപ്പർ വളരെ സന്തോഷവാനാണ്. അയാൾ അവിടെയുള്ള വാച്ച് ഉപയോഗിച്ച് മർഫിനോട് ക്വാണ്ടം ഡേറ്റ വഴി പ്ലാൻ എ വർക്ക് ആകും എന്ന് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു. മർഫ് ആ വാച്ച് എടുക്കുകയും അതിലെ സെക്കൻഡ് സൂചിയിൽ നിന്നും മോഴ്സ് കോഡ് വഴിയുള്ള സന്ദേശം കണ്ടെത്തുകയും ചെയ്യുന്നു. മർഫ് പുറത്തേക്ക് ഓടി വന്ന് ടോമിനെ ഹഗ് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ പറയുന്നു കൂപ്പർ അവരെ രക്ഷിക്കാൻ എത്തിയെന്ന്. ശേഷം ബ്രാൻഡിന്റെ ഓഫീസിലിരുന്ന് പ്ലാൻ എ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്നു. മർഫ് ആ കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കുകയും സന്തോഷത്തോടെ ഗെറ്റിയെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. സ്പേസിൽ ചാൾസ് അവരുടെ പ്ലാൻ വർക്കായ കാര്യം കൂപ്പറിനെ അറിയിക്കുകയും അവർ ഇപ്പോഴുള്ള ഡിമെൻഷനെ സുപ്പീരിയർ ബീങ്സ് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയെന്നും കൂടെ അറിയിക്കുന്നു. ഈ സുപ്പീരിയർ ബീങ്സ് കൂപ്പറിനെ ഒക്കെക്കാളും വളരെ കാലത്തിന് ശേഷം ജീവിക്കുന്ന മനുഷ്യരാണെന്നും നമ്മുടെ ഇമാജിനേഷനും അപ്പുറത്തേക്ക് അവരിപ്പോ ഇവോൾവ്ഡും അഡ്വാൻസ്ഡുമായി എന്നും കൂപ്പർ മനസ്സിലാക്കുന്നു. അവിടുത്തെ ബ്രൈറ്റ് ലൈറ്റ് കൂപ്പറിനെ എഫക്ട് ചെയ്യുകയും എമീലിയ അവളുടെ കൈ നീട്ടുന്നത് അയാൾക്ക് കാണാനും സാധിക്കുന്നു. നേരത്തെ എമീലിയ ഡിസ്റ്റോഷനിലൂടെ കണ്ടത് ശരിക്കും കൂപ്പറിന്റെ കൈയായിരുന്നു. പിന്നീട് കൂപ്പർ എണീക്കുമ്പോൾ കാണുന്നത് അയാൾ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നതാണ്. അയാൾ വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഒരു സ്ട്രെയിഞ്ച് ഷേപ്പിലുള്ള ലോകത്തെയാണ്. ഇപ്പൊ അവരുള്ളത് സാറ്റർന്റെ അടുത്തുള്ള അയാളുടെ തന്നെ പേരിലുള്ള കൂപ്പർ സ്റ്റേഷനിലാണ്. ശരിക്കും ഇത് അയാളുടെ മകളുടെ പേരിലാണ് അറിയപ്പെടുന്നതെന്നും കൂപ്പറിനെ കാണാനായിട്ട് അവൾ വരുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു വെക്കുന്നു. കൂപ്പർ ആ സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മനുഷ്യർ എന്തുമാത്രം പുരോഗമിച്ചിരിക്കുന്നു എന്നും അയാൾ കാണുന്നു. കൂപ്പറിന്റെ ലൈഫിനെ ഓണർ ചെയ്തുകൊണ്ട് അയാളുടെ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമായി പ്രവർത്തിച്ചു വരുന്നു. അവിടെ കൂപ്പർ ചാൾസിനെ കാണുന്നു. ആ റോബോട്ടിനെയും അയാൾ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം കൂപ്പർ അയാളുടെ ഡിസെൻഡൻസിനെയും വൃദ്ധയായ മർഫിനെയും കാണുന്നു. തന്റെ അച്ഛൻ തിരിച്ചു വന്നതിൽ മർഫ് വളരെ സന്തോഷവതിയാണ്. മർഫ് കൂപ്പറിനോട് അമീലിയയെ കണ്ടുപിടിക്കാനായി ആവശ്യപ്പെടുന്നു. അമീലിയയും കേസും ഇപ്പോൾ ഒരു ഫോറിൻ ലാൻഡിൽ ഒറ്റയ്ക്കാണ്. ഈ സമയത്ത് കൂപ്പറും ചാൾസും അമീലിയയെ കണ്ടുപിടിക്കാനുള്ള യാത്ര തുടങ്ങുന്നു. ഈ സുപ്പീരിയർ ബീങ്സ് എന്ന് പറയുന്ന ശരിക്കും മനുഷ്യർ തന്നെയാണ്. ഒരുപാട് ജനറേഷൻസിനും എവല്യൂഷൻസിനും അപ്പുറം അവർക്ക് മൾട്ടി ഡയമെൻഷനിൽ എൻറ്റർ ചെയ്യാൻ സാധിക്കും. ഇത് കാരണം ബ്ലാക്ക് ഹോളിലേക്ക് എൻറ്റർ ആയ കൂപ്പറിനെ അവർ ക്രിയേറ്റ് ചെയ്ത 3 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അവിടെ നിന്നും കൂപ്പർ ക്വാണ്ടം ഡേറ്റ മർഫിന് കൊടുക്കുകയും അതുവഴി പ്ലാനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നാസ സ്പേസ് സ്റ്റേഷന് ഭൂമിയെ ഉപേക്ഷിക്കാനും ഗാലക്സിയിൽ ഒരുപാട് സ്പേസ് സ്റ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചു. അതിലൊന്നാണ് കൂപ്പർ സ്റ്റേഷൻ. അമീലിയ എഡ്മണ്ട് പ്ലാനറ്റിൽ ടൈം റിലേറ്റിവിറ്റി കാരണം ലാൻഡ് ചെയ്യുന്നു. അവളായിരിക്കും മനുഷ്യരുടെ അവസാന പ്രതീക്ഷ എന്ന വിചാരത്തോടെ. പക്ഷെ അവളെ രക്ഷിക്കാൻ കൂപ്പറും ചാൾസും വരുന്നുണ്ടെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇന്റർസ്റ്റെല്ലാറിന്റെ സ്റ്റോറി. പറ്റാവുന്നത്ര സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ ഇത് റീക്യാപ്പ് വീഡിയോസിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും അറിയിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.